വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടത്തിൽപ്പെട്ട് കിടപ്പ് രോഗിയായ ഗൃഹനാഥൻ ചികിത്സാ സഹായം തേടുകയാണ്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് 5 മാസത്തോളമായി അബോധാവസ്ഥയിലാണ് ഈ 38-കാരൻ. രാജീവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കുടുംബത്തിന് സുമനസുകളുടെ സഹായം കൂടിയേ തീരൂ. വെഞ്ഞാറമൂട് പുല്ലമ്പാറ മുത്തിപ്പാറ മങ്കോണത്ത് വീട്ടിൽ 38 വയസ്സുകാരനായ രാജീവാണ് ചികിത്സാ സഹായം തേടുന്നത്. 2025 നവംബർ 11-ാം തീയതി ജോലി കഴിഞ്ഞു മടങ്ങവെയാണ് വെമ്പായത്തിന് സമീപം വെച്ച് ഇരുചക്രവാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് രാജീവിന് പരിക്കേൽക്കുന്നത്. ഇടിയുടെ ആഘാതത്തിൽ രാജീവിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിക്കുകയും ചെയ്തിരുന്നു. നിരവധി ശസ്ത്രക്രിയകൾ ചെയ്തുവെങ്കിലും രാജീവിന്റെ ബോധം തിരിച്ചെടുക്കാനായില്ല. 3 മാസത്തോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു. തുടർന്ന് നെടുമങ്ങാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ 15 ദിവസത്തോളം ചികിത്സയ്ക്ക് ശേഷം ബന്ധുവീട്ടിലേക്ക് മാറുകയായിരുന്നു. അപകടം നടന്ന് 5 മാസത്തോളമായിട്ടും രാജീവ് ഇപ്പോഴും അബോധാവസ്ഥയിൽ തുടരുകയാണ്. ട്യൂബ് വഴി മാത്രമാണ് ആഹാരം നൽകുന്നത്. വലിയ ഒരു ഓപ്പറേഷൻ കൂടെ ഉണ്ട്. ആ വലിയ ഓപ്പറേഷത്തിന് നല്ല തുക വേണ്ടി വരും. സ്വന്തമായിട്ട് വീടില്ല. വീട് വാർത്തിട്ടപ്പെടുതിയിൽ കിടക്കുകയാണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അത് കടബാധ്യതയായിട്ട് കിടക്കുന്നത്. അത് തീർക്കാനുള്ള വഴിയൊന്നുമില്ല. ഞാനും ഒരു രോഗിയാണ്. നമ്മളെ കുടുംബം നോക്കിക്കൊണ്ടിരുന്നവരാണ്. നമ്മളെ കൊണ്ടൊന്നിനും പറ്റില്ല. എല്ലാവരും സഹായം ഉണ്ടെങ്കിൽ എൻ്റെ മോനെ രക്ഷിക്കാൻ പറ്റും. ഭാര്യയും രോഗിയായ അമ്മയും പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളും രാജീവിന്റെ ഏക വരുമാനത്തിലാണ് കഴിഞ്ഞു വന്നത്. ഇയാൾ കിടപ്പിലായതോടെ വീട്ടിലെ അവസ്ഥ പരിതാപകരമായി. ബാങ്ക് ലോൺ എടുത്ത് വീട് നിർമ്മാണം ആരംഭിച്ചിരുന്നു. വീട് പണി പൂർത്തിയായതുമില്ല. ലോൺ അടയ്ക്കാൻ നിവർത്തിയുമില്ലാതെ വീട് നിർമ്മാണം നടക്കുന്ന സ്ഥലം ജപ്തി ഭീഷണിയിലുമാണ്. മരപ്പണിക്കാരനായ രാജീവ് കിടപ്പിലായതോടെ നിത്യച്ചെലവിനോ മരുന്ന് വാങ്ങാനോ പോലും നിവർത്തിയില്ലാത്ത അവസ്ഥയിലാണ് അമ്മയും ഭാര്യയും. രാജീവിന് തുടർ ചികിത്സയ്ക്കും സർജറിക്കുമായി വലിയൊരു തുക തന്നെ കണ്ടെത്തേണ്ടതായുണ്ട്. സർജറിക്ക് ആവശ്യമായ പൈസ കണ്ടെത്തിയ ശേഷം ഹോസ്പിറ്റലിനെ വീണ്ടും സമീപിക്കാനാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. രാജീവിനെ പഴയതുപോലെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നും സ്ഥലം ജപ്തിയാകാതെ നോക്കണമെന്നുമാണ് ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഈ ദുർഘട സാഹചര്യത്തെ മറികടക്കുവാനായി സുമനസുകളുടെ സഹായം തേടുകയാണ് രാജീവിന്റെ കുടുംബം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.